ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പൈത്തണിലെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം പൈത്തണിലെ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തന്നെ ഏറ്റവും ഫണ്ടമെന്റലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പം നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. The data structures in Python are fundamental ways to organize and store data, allowing you to work with a collection of values effectively. അതായത് പൈത്തണിലെ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ വേ ആണ്. അപ്പം അങ്ങനെ ഒരുപാട് ഡാറ്റ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് ആ എല്ലാ ഡാറ്റേനെയും ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള മാനിപ്പുലേഷൻസ് നടത്താനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പൈത്തണിലെ മെയിൻ ആയിട്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പൈത്തണിലേക്ക് വരുമ്പോഴത്തേക്കും ഡാറ്റ സ്ട്രക്ചേഴ്സ് നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, രണ്ടാമത്തെ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. അപ്പം ഫസ്റ്റ് നമുക്ക് എന്താ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ളത് നോക്കാം. അപ്പം അതിന്റെ ഡെഫിനേഷനിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ these are the most basic forms of data types provided by the programming language itself, and they hold a single value and are not composed of other data structures. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പൈത്തണിന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബേസിക് ആയിട്ട് നമുക്ക് തരുന്ന ഡാറ്റ ടൈപ്സിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നുണ്ട് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഡെസിമൽ വാല്യൂ ഒക്കെ ആയിട്ട് എഴുതുന്ന 1.2 അല്ലെങ്കിൽ 2.3 എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതൊരു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ആണ്. അതുപോലെ തന്നെ ഇൻഡിജർ 1, 2, 3 എന്നൊക്കെ പറയുന്ന 100, 99 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ്, അതിനെ നമുക്ക് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് ഇവർ തന്നിരിക്കുന്നത്. അപ്പം ബൂലിയൻ എന്ന് പറയുന്ന ആൾക്കാർ, ഈ ബൂലിയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്നൊരു ട്രൂ വാല്യൂ, പിന്നൊന്നൊരു ഫോൾസ് വാല്യൂ. ഓക്കെ, അപ്പം ഒന്ന് ഒരു കാര്യം സത്യമാണ് അല്ലെങ്കിൽ ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്ന രീതിക്ക്. ഓക്കെ, അപ്പം അങ്ങനെ ബൂലിയൻ എന്ന് പറഞ്ഞൊരു ഡാറ്റ ടൈപ്പിനെ തന്നിട്ടുണ്ട്. അതുപോലെ സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ടൈപ്പ് ഡാറ്റനൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ് സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ്. ഓക്കെ, അപ്പം ഇത്രയാണ് പ്രിമിറ്റീവിൽ വരുന്നത്. അപ്പം ഇതിന്റെ ഡെഫിനേഷനിലേക്ക് ഒന്നുകൂടി കിടക്കുകയാണെങ്കിൽ ദീസ് ആർ ദ മോസ്റ്റ് ബേസിക് ഫോംസ് ഓഫ് ഡാറ്റ ടൈപ്സ് പ്രൊവൈഡഡ് ബൈ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, ഇൻഡിജർ, ബൂലിയൻ, സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനെ തന്നിരിക്കുന്ന ബേസിക് ആയിട്ട് തന്നിരിക്കുന്നതാണ്, ലാംഗ്വേജ് തന്നെ തന്നിരിക്കുന്നതാണ് ഈ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ദേ ഹോൾഡ് എ സിംഗിൾ വാല്യൂ. ഇതിലൊരു സിംഗിൾ വാല്യൂ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ പൈത്തണിൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏതെങ്കിലും ഒരു വാരിയബിളിന്റെ ഉള്ളിലേക്ക് ആയിരിക്കും. ഇപ്പം നമ്മൾ മാത്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് x = 1, z = 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. അതുപോലെ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ മെമ്മറി സ്പേസിന് ഓരോ പേരുകൾ നമ്മളായിട്ട് തന്നെ കൊടുക്കും. അതിനെയാണ് വാരിയബിൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഞാനൊരു വാരിയബിൾ, ഒരു മെമ്മറി സ്പേസിന്റെ പേര് കൊടുക്കുകയാണ്. എ എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഞാൻ ഇട്ടു. അതിലേക്ക് ഞാനിപ്പം a = 1 എന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിജർ വാല്യൂ ആയ ഒന്നിനെ ഞാൻ a എന്ന് പറയുന്ന മെമ്മറി സ്പേസിലേക്ക് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മെമ്മറി സ്പേസിനെ എന്ന് പറഞ്ഞ പേരിട്ടിട്ട് അതിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിലൊരു സിംഗിൾ വാല്യൂ ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഇത് മൾട്ടിപ്പിൾ വാല്യൂസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ആ കൂടി സിംഗിൾ വാല്യൂ. ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ a = ടെക്സ്റ്റിന് നമ്മൾ കോട്സിന്റെ ഉള്ളിലാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്തു, a എന്ന് പറയുന്ന ഒരു മെമ്മറി സ്പേസിന് പേരിട്ടിട്ട് a എന്ന് പറയുന്ന ഒരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പ്രിമിറ്റീവിൽ വരുന്നത്. ഓക്കെ, അപ്പം അതിൽ വേറെ ഡാറ്റ സ്ട്രക്ചേഴ്സോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നോൺ പ്രിമിറ്റീവ് വരുമ്പോഴത്തേക്കും അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഇത്രയും കൂടി കോംപ്ലക്സ് ആണ്. അപ്പൊ അതാണ് ഇവിടെ പ്രിമിറ്റീവിൽ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇതിൽ വേറെ ഡാറ്റ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു സിംഗിൾ വാല്യൂന് മാത്രമേ അത് ഹോൾഡ് ചെയ്യത്തുള്ളൂ. ഇതിന്റെ ബേസിക് ആയിട്ട് തരുന്ന ഡാറ്റ ടൈപ്സ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ബൂലിയൻസ്, സ്ട്രിംഗ് എന്നൊക്കെ പറഞ്ഞ് ബേസിക് ആയിട്ട് വരുന്ന ഡാറ്റ ടൈപ്സിനെയാണ് ഇവരെ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്താണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ളത് നോക്കാം. ഡെഫിനിഷൻ വരുമ്പോഴത്തേക്ക് ദീസ് ആർ മോർ കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ദാറ്റ് ആർ ബിൽറ്റ് യൂസിങ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിനെ യൂസ് ചെയ്തിട്ട് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ബൂലിയൻസ്, സ്ട്രിംഗ് എന്ന് പറയുന്ന ഈ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിനെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ദേ കൻ സ്റ്റോർ മൾട്ടിപ്പിൾ വാല്യൂസ് ആൻഡ് മേ ഇൻവോൾവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് പീസസ് ഓഫ് ഡാറ്റ. ഓക്കെ, അപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നിലധികം വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാണാനും സാധ്യതയുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ നോൺ പ്രിമിറ്റീവിന്റെ അടിയിൽ ഒരാൾ കൊടുത്തിരിക്കുന്നതാണ് ലിസ്റ്റ് എന്ന് പറയുന്ന ആള്. അപ്പം ഇത് വരുന്നത് ബിൽറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ ഉള്ളിലാണ്. നോൺ പ്രിമിറ്റീവിനെ ബേസിക് ആയിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ബിൽറ്റിനും യൂസർ ഡിഫൈൻഡും. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരാളാണ് ലിസ്റ്റ്. ലിസ്റ്റിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ എ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സിംഗിൾ വാല്യൂന് അസൈൻ ചെയ്ത് കൊടുത്തില്ലേ പ്രിമിറ്റീവില്, അതുപോലെ ഞാനിവിടെ എ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആൾക്കാരെ കൊടുത്തിട്ടാണ് ലിസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിതിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് എലമെന്റ്സിനൊക്കെ കൊടുത്തിട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇതിനെയാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാരെ കുറച്ച് കൊടുന്ന് പിടിച്ചിടാം. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറിന്റെ ഈ പറഞ്ഞ ഡെഫിനേഷൻ ഒക്കെ നോക്കുന്നുണ്ടോ നോക്കാം, അതായത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പൊ ഇതൊരു കോംപ്ലക്സ് ഡാറ്റ സ്ട്രക്ചർ ആണ്. കോംപ്ലക്സ് ആണല്ലോ അല്ലെ. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ നേരത്തെ ഇട്ട പോലെ a = 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഒന്നും ഇടാൻ പറ്റത്തില്ല. ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വേണം നമുക്ക് ഇത് ഇടാനായിട്ട്. അപ്പൊ ഇത്തിരി കോംപ്ലക്സ് ആണ് ഈ ഡാറ്റ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ തന്നെ
that are built using primitive data types. Primitive ആയിട്ടുള്ള നമ്മൾ 1, 2, 3 പറഞ്ഞ ഇന്റിജേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡാറ്റ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദേ ക്യാൻ സ്റ്റോർ മൾട്ടിപ്പിൾ വാല്യൂസ്. നമ്മളിവിടെ ഒന്നിലധികം വാല്യൂസ് ഒരാളുടെ സ്ഥലത്തേക്ക് ഒരു മെമ്മറി സ്പേസിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ മേ ഹാവ് ഇൻവോൾവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് പീസസ് ഓഫ് ഡാറ്റ. ഇതിന്റെ ഉള്ളിലെ ഡാറ്റകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാണാനും സാധ്യത. ഇതിപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സദൻ നമ്പേഴ്സ് ആണ് 1 + 1 2 2 + 1 3 എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് തന്നെ പറയാൻ പറ്റും. എല്ലാത്തിനും കാണണമെന്നില്ല, ചിലതിന് മാത്രം. അത് മാത്രമല്ല നമുക്ക് ഈ ലിസ്റ്റിന്റെ ഉള്ളിൽ ഇപ്പം 1, 1.0 പിന്നെന്താ ട്രൂ എന്ന് പറഞ്ഞിട്ട് ബൂലിയൻ വാല്യൂ കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും സ്ട്രിംഗ് ഡാറ്റ നമുക്ക് കൊടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സും നമുക്ക് ഇതിന്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് മാത്രമല്ല ഒരു സിംഗിൾ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ സിംഗിൾ പ്രിമിറ്റീവ് ടൈപ്പിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല നമുക്കൊരു നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്സിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പോലെ ലിസ്റ്റ് അല്ലെങ്കിൽ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബേസിക് ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ബിൽറ്റിനിലേക്കും യൂസർ ഡിഫൈനിലേക്കും കിടക്കാം. ഓക്കെ, അപ്പോൾ നോൺ പ്രിമിറ്റീവ് പറഞ്ഞു. നോൺ പ്രിമിറ്റീവിൽ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ബിൽറ്റിനും യൂസർ ഡിഫൈൻഡും. അപ്പോൾ ബിൽറ്റിന്റെ ഡെഫിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ ദ ഡാറ്റ സ്ട്രക്ചേഴ്സ് ദാറ്റ് ആർ പ്രൊവൈഡഡ് ബൈ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇറ്റ്സെൽഫ്. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ അത് ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് തരുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണിത്. ഇത് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊന്നും ആവശ്യമില്ല. നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തന്നെ അത് ഡിഫൈൻഡ് ആണ്. അപ്പം ഇതിൻ്റെ ഉള്ള ഡാറ്റേനെ കൊടുക്കാൻ അല്ലെങ്കിൽ ഡാറ്റേനെ ഇങ്ങനെ ഒരു ലിസ്റ്റ് പോലെയുള്ള ഒരു സംഭവം ബിൽറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനും അപ്പം അതുപോലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒക്കെ നമ്മുടെ പൈത്തൺ ലാംഗ്വേജിൽ തന്നെ നമുക്ക് ഫംഗ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ബിൽറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മളത് വേറെ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യം വരില്ല. ഇനി യൂസർ ഡിഫൈൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ ദ ഡാറ്റ സ്ട്രക്ചേഴ്സ് ദാറ്റ് പ്രോഗ്രാമർ ക്രിയേറ്റഡ് സ്യൂട്ട് സ്പെസിഫിക് നീഡ്സ് ഓർ യൂസ് കേസസ്. നമുക്കിപ്പം ചില യൂസ് കേസസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അവരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് യൂസർ ഡിഫൈൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ബിൽറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ലിസ്റ്റ് വരുന്നുണ്ട്, ടപ്പിൾ വരുന്നുണ്ട്, സെറ്റ് വരുന്നുണ്ട്, ഡിക്ഷണറി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിൽറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് നമുക്കൊരുവിധം ആയി. അപ്പം ബിൽറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ലിസ്റ്റ് തന്നെ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കണം, അതിൻ്റെ ഉള്ളിൽ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം, എലമെന്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം, ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ പൈത്തൺ തന്നെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ തന്നെ കുറെ ഫംഗ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കണം. ഇനി അടുത്തത് നമ്മൾ യൂസർ ഡിഫൈൻ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. യൂസർ ഡിഫൈൻ ഡാറ്റ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ലിങ്ക്ഡ് ലിസ്റ്റ് വരുന്നുണ്ട്, സ്റ്റാക്ക് വരുന്നുണ്ട്, ക്യൂ വരുന്നുണ്ട്, ഗ്രാഫ് വരുന്നുണ്ട്, ഹാഷ് മാപ്പ് വരുന്നുണ്ട്. ഇത് മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ കുറെ അങ്ങോട്ട് താഴ്ത്തി വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇതെനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയൊരു ഇമേജും കൂടിയാണ്. അപ്പം ഇതിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ കുറെ വരുന്നുണ്ട് യൂസർ ഡിഫൈൻ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് കുറെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്താണ്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സിനെയാണ്. അപ്പോൾ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ മെയിൻ ആയിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്പേഴ്സ്. രണ്ടാമത്തെന്ന് പറയുന്നത് സ്ട്രിങ്ങുകൾ. ഓക്കെ, 2 കാറ്റഗറി ആയിട്ട് ഞാൻ ഇന്ന് തിരിക്കുകയാണ്. ഒരു കാറ്റഗറി കൂടി ഉണ്ട്, ബൂലിയൻ എന്ന് പറയുന്ന കാറ്റഗറി. ഓക്കെ, ബൂലിയനിൽ 2 വരുന്നുള്ളൂ. മെയിൻ ആയിട്ട് 2 കാറ്റഗറീസ് ആണ് വരുന്നത്. അതിൽ ഈ നമ്പേഴ്സിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ വീണ്ടും രണ്ടായിട്ട് തിരിക്കുകയാണ്. നമ്പേഴ്സിൽ നമുക്ക് ഇൻഡിജേഴ്സും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സും വരുന്നുണ്ട്, ഫ്ലോട്ടും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ എക്സ്ട്രാ വരുന്ന ഒരു കാറ്റഗറിയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, പിന്നെ നമുക്കിതിൽ ഇൻറ്റിജേഴ്സിനെ തന്നെ വീണ്ടും 3ആയിട്ട് തിരിക്കാം. ഇൻറ്റിജറിനെ നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ തന്നെ നെഗറ്റീവ് ഇൻറ്റിജർ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ തന്നെ 0 വരുന്നതും ഒരു ഇൻറ്റിജർ ആണ്. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഫ്ലോട്ടിംഗ് പോയിന്റ് വരുന്നുണ്ട്, അപ്പോൾ തന്നെ നെഗറ്റീവ് ഫ്ലോട്ടിംഗ് പോയിന്റ് വരുന്നുണ്ട്, അപ്പോൾ തന്നെ 0.0 എന്ന് പറയുന്ന അതിനെ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ തന്നെ വേറൊരു കാറ്റഗറി വരുന്നത് ഇപ്പം നമ്മൾ വലിയ വാല്യൂസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ 2 × 10⁻³ എന്നൊക്കെ പറയുന്ന വലിയ ടൈപ്പ് നമ്പേഴ്സിനൊക്കെ സയന്റിഫിക്കലി നമുക്ക് ഇതിൽ നോട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 2.0 E-3 എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. അങ്ങനത്തെ വലിയ വാല്യൂസ് വരുന്നത് അതും ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ നമ്പറിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ഇൻറ്റിജേഴ്സ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, 1 എന്ന് പറയുന്ന ഇൻറ്റിജർ പോസിറ്റീവ് ആണ്, -1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ തന്നെ ഇതിന് 1.0 എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, പോസിറ്റീവ് വരുന്നത് 1.0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. പിന്നെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ Z1 എന്ന് പറഞ്ഞൊരു വാരിയബിളിലേക്ക് ഒരു കോംപ്ലക്സ് നമ്പർ കൊടുക്കാൻ പോവാണ്, 2 + 3j എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇതിൽ 2 പാർട്ടാണ് വരുന്നത്. ഒന്ന് അതിന്റെ റിയൽ പാർട്ട്, ഓക്കെ, പിന്നെ രണ്ടാമത്തെ അതിന്റെ ഇമാജിനറി പാർട്ട്. പിന്നെ ഇതിൽ വേറൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ജെ എന്ന് പറയുന്നതാണ്, അതിന് നമുക്ക് അതിന്റെ ഇമാജിനറി ആക്സിസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പം നമുക്ക് ഈ ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ റിയൽ പാർട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ടും ഇമാജിനറി പാർട്ടിനെ കിട്ടാൻ വേണ്ടിയിട്ടും അപ്പോൾ തന്നെ വേറൊരു സംഭവം വരുന്നത് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിട്ട്
ഈ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യുന്നതെന്ന് നമുക്ക് കൊളാബ് നോട്ട്ബുക്ക് എടുത്തിട്ട് പഠിക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കോംപ്ലക്സിൽ വരുന്നത്. അപ്പം ഇതും കൂടിയാണ് വരുന്നത്. അപ്പം നമ്പേഴ്സ് നമ്മൾ പഠിക്കുമ്പം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത വേറൊരു സെക്ഷനാണ് അർത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ. അർത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലസ് മൈനസ് എങ്ങനെയാ അത് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ അർത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടി നമ്മൾ ഇതിൽ പഠിക്കണം. അർത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സും കൂടി നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കണം. ഇനി അടുത്തത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറി പ്രൈമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സിൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്ട്രിങ്ങുകളെയാണ്. അപ്പൊ സ്ട്രിങ്ങുകളെ നമുക്ക് 3 വിധത്തിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അത് നമുക്ക് സിംഗിൾ കോട്ടിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഡബിൾ കോട്ടിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ട്രിപ്പിൾ കോട്ടിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ട്രിപ്പിൾ കോട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ വേറൊരു പേരും കൂടി പറയും, ഡോക് സ്ട്രിംഗ് എന്നും കൂടി പറയും. അപ്പോൾ ഡോക് സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻ സ്ട്രിംഗ് എന്നാണ് വരുന്നത്. ഇത് ടൈപ്പ് ഓഫ് സ്ട്രിംഗ് ആയിട്ടല്ല മെയിൻ ആയിട്ട് ഇതിനെ യൂസ് വരിക. അതൊരു കമന്റ് ഒക്കെ മൾട്ടിപ്പിൾ ലൈൻ കമന്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ ടൈപ്പ് സ്ട്രിംഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇത് സ്ട്രിങ്ങിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ, കുറേ ഫംഗ്ഷൻസ് സ്ട്രിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു കാറ്റഗറി വരുന്നത് എന്താണ്, നമ്മുടെ ബൂലിയൻ ആണ് വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ 2 ആൾക്കാരെ വരുന്നുള്ളൂ. ഒന്ന് ട്രൂ എന്ന് പറയുന്ന ഒരാളും എന്തെങ്കിലും എക്സിസ്റ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ട്രൂ എന്ന് പറഞ്ഞിട്ട് എടുക്കാം, പിന്നെ ഒന്ന് ഫോൾസ് എന്ന് പറഞ്ഞിട്ട് ആളും. ഇത് നമുക്ക് പല സ്ഥലത്ത് ഈ ആൾക്കാർ നമുക്ക് യൂസ് വരുന്നുണ്ട്. നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓരോന്നും ചെയ്യുമ്പം അതിന്റെ കൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്പേഴ്സിനെ കുറിച്ചിട്ട് പ്രാക്ടിക്കലി ചെയ്ത് നോക്കി പഠിക്കാം. അപ്പോൾ അതിന്റെ കൂടെ തന്നെ കൊളാബ് നോട്ട്ബുക്ക് എങ്ങനെയാണ് എടുക്കുന്നത്, അങ്ങനത്തെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്കിത് പ്രാക്ടിക്കലായിട്ട് കൊളാബ് നോട്ട്ബുക്കിലാണ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു ബ്രൗസർ എടുക്കാം. ബ്രൗസറിൽ ചെന്നിട്ട് ഫസ്റ്റ് നമ്മൾ കൊളാബ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട് സെർച്ചിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുറന്നു വരും. അതിൽ ഗൂഗിൾ കൊളാബ് എന്ന് പറയുന്ന ലിങ്കിൽ കൊടുത്തിട്ട് അതിൽ ന്യൂ നോട്ട്ബുക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൊളാബ് നോട്ട്ബുക്ക് പുതിയത് ഇങ്ങനെ തുറന്നു വരും. ഇപ്പം നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാത്ത ബ്രൗസറിലാണ് നിങ്ങൾ ഇതെടുക്കുന്നതെങ്കിൽ അതിലൊരു ലോഗിൻ ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അതിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു കൊളാബ് നോട്ട്ബുക്ക് തുറന്നു വരും. അപ്പോൾ ഈ പേജ് നമ്മുടെ സേവ് ആവുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ കൊളാബ് നോട്ട്ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് സേവ് ആവുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് അതിനൊരു ടൈറ്റിൽ കൊടുക്കാം. ഞാനിതിൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സും കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മുടെ കോഡ് കൊടുക്കാനുള്ള സ്പേസ് ആണ് ഈ വരുന്നത്. കണ്ടോ, ഇപ്പം നമ്മൾ ഈ കോഡ് പ്ലസ് കോഡ് എന്ന് പറയുന്ന ഒരു ഐക്കണിൽ ചെന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും കമന്റ്സ് അല്ലെങ്കിൽ ഹെഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് വരുന്നത്. ഞാൻ ഈ ടെക്സ്റ്റിൽ ഇപ്പോൾ ഞാനൊരു ഹാഷ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹെഡിങ് കൊടുക്കാൻ പറ്റും. നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്, നമ്പേഴ്സ്. ഓക്കെ, എന്നിട്ട് ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എനിക്കിവിടെ ഹെഡിങ് ആയിട്ട് അത് വന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ഹെഡിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ബോക്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ആദ്യം നമുക്ക് കോഡിലേക്ക് കടക്കാം. കോഡിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുന്നേ ഇവിടെ കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ചെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊളാബ് നോട്ട്ബുക്ക് ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ആവും. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇനി കോഡിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇൻറ്റിജേഴ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്, ഇൻറ്റിജേഴ്സ്. അപ്പം അതിൽ ഞാൻ പറഞ്ഞിരുന്നു പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റിജർ ഉണ്ട്, അതുപോലെ തന്നെ 0 വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻറ്റിജേഴ്സിനെ മൊത്തം നമുക്ക് ചെയ്യാം ഒരു വാരിയബിൾ പേരിലേക്ക് അസൈൻ ചെയ്തിട്ടാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ ഈ വാരിയബിൾ പേര് കൊടുക്കുന്ന സമയത്ത് അതിന് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിന് മുന്നേ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നുണ്ട് ഈ ഹാഷ് ഇട്ടിട്ട് ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പൈത്തണിൽ കമന്റ് ഇടാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും കമന്റോ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹാഷ് ഇടാം, എന്നിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്കത് കമന്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നമ്മൾ ഹാഷ് ഇടാണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേരിട്ട് കൊടുത്തിട്ട് ഈ കോഡ് ഈ ഒരു ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആരോ മാർക്കിൽ ചെന്ന് ക്ലിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഷിഫ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യാം. ഷിഫ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. കണ്ടോ, നെയിം എറർ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇത് ഡിഫൈൻഡ് അല്ല, ഇതൊരു തരത്തിലും നമുക്ക് ഡിഫൈൻഡ് അല്ല പൈത്തണിൽ. ഇങ്ങനെ നമ്മൾ വെറുതെ കുറച്ച് ടെക്സ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡിഫൈൻഡ് അല്ല, അപ്പോൾ നമുക്ക് എറർ വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കമന്റ് കാര്യങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഹാഷ് ഇട്ടിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം അതാണ് ഞാനിവിടെ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത കാരണം. കണ്ടോ, എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എറർ ഒന്നുമില്ല. അത് സിംഗിൾ ലൈൻ കമന്റിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ലൈനായിട്ട് കമന്റ് കൊടുക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്നിലധികം ലൈനിലായിട്ട് നമുക്ക് കമന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പിൾ കോട്ടിൽ ഇട്ടിട്ടാണ് ചെയ്യുക. ഇത് ഞാൻ സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, ഡോക്യുമെന്റേഷൻ സ്ട്രിംഗ് എന്നാണ് ഇതിന് പറയാം. നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ലൈൻസിൽ ഇങ്ങനെ കമന്റ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എററും കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനെ മൾട്ടിപ്പിൾ ലൈൻസിലായിട്ട് നമുക്ക് ഇങ്ങനെ ഇത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് കമന്റ്സിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് വാരിയബിൾ നെയിംസിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ വാരിയബിൾ നെയിംസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആൽഫബറ്റ്സ് കൊടുക്കാനായിട്ട് പറ്റും. A=1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് എക്സിക്യൂട്ട് ആകുമ്പോൾ എററൊന്നും വരില്ല. ആൽഫബറ്റിൽ കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ നമുക്കത് ഒരിക്കലും നമ്പേഴ്സിൽ തുടങ്ങാനായിട്ട് പാടില്ല. ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 1 എന്നാ കൊടുത്തിട്ട് അതെനിക്ക് എറർ വരും. പക്ഷെ നമ്പേഴ്സിൽ അവസാനിപ്പിക്കാൻ പറ്റും. ഇടകളിലൊക്കെ നമുക്ക് നമ്പർ കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ എററൊന്നും വരില്ല. കണ്ടോ, അപ്പം അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പം എനിക്ക് രണ്ട് വല്ല ഇപ്പം മൈ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു പേരാണ് എൻ്റെ വാരിയബിൾ നെയിമായിട്ട് കൊടുക്കാൻ പോകണമെന്ന് വിചാരിക്കാം. മൈ
നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇതിന്റെ ഇടയിൽ നമുക്ക് സ്പേസ് വരാനായിട്ട് പാടില്ല. അപ്പം സ്പേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എറർ വരും. അപ്പം അങ്ങനെ വല്ല രണ്ട് വാക്കുകളെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇടയിൽ ഇങ്ങനെ അണ്ടർസ്കോർ കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എററും കാര്യങ്ങളൊന്നും വരില്ല. ഈ അണ്ടർസ്കോർ വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു സംഭവത്തിന് എററും കാര്യങ്ങളും അങ്ങനെ ഒരു വേരിയബിൾ നെയിമിന് എററും കാര്യങ്ങളൊന്നും വരില്ല. അപ്പം ഇതൊക്കെയാണ് ഒരു വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ആൽഫബറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം, അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ നമ്പേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം, സ്മോൾ ലെറ്റർ കൊടുക്കാം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾ നെയിംസ് കൊടുക്കുന്നത്. പക്ഷേ നമ്പേഴ്സിൽ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ ഇടയിൽ സ്പേസും കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് പാടില്ല. ഇനി നമ്മളിപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജർ കൊടുത്തു. ഇനി നെഗറ്റീവ് ഇൻറ്റിജർ കൊടുക്കാനായിട്ട് -6 എന്ന് പറഞ്ഞ നെഗറ്റീവ് ഇൻറ്റിജർ കൊടുക്കാം. ഇനി നമുക്ക് 0 കൊടുക്കാനായിട്ട് 0 എന്ന് പറഞ്ഞ് ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിൽ A എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? 1 എന്ന് പറഞ്ഞിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ഇനി B എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? നമ്മുടെ -6 എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ വരും. അതുപോലെ തന്നെ നമ്മൾ C എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 0 വരും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിൽ ഡെസിമൽ വാല്യൂ വെച്ചിട്ട് എഴുതാം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ A = 1.0 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താ, അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. പിന്നെ ഞാൻ A എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 1.0 തന്നെയായിട്ട് ആൻസർ വന്നിട്ടുണ്ടാവും. അപ്പോൾ തന്നെ എന്തെടുക്കുക, ഞാൻ ഇതിൽ C = 9. നമുക്കൊരു നെഗറ്റീവ് നമ്പർ കൊടുക്കാം, -8.3 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുകയാണ്. ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിൽ ഇനി സിന്റെ വാല്യൂ എന്താണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് വരും? കണ്ടോ, C = -8.3 എന്ന് പറഞ്ഞിട്ട് ആൻസർ വന്നു. ഞാൻ അതിൽ B = 0.0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ ഇനി B കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? എനിക്ക് ബീനെ 0.0 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് വരും. അപ്പോൾ നമ്മൾ ഇൻറ്റിജറിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് ഒന്നുമില്ല, ഫ്ലോട്ടിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ 0നെ 0.0 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 × 10⁻³ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് സയന്റിഫിക് നൊട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഞാൻ C1 എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ 2 × 10⁻³ എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് തൽക്കാലത്തേക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് നോക്കാം. അതിന് 2.0 E -3 ഇതിനെയാണ് 2 × 10⁻³ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിൽ C1 എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇതെന്താ വരുന്നതെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? കണ്ടോ, 0.002 എന്ന് പറയുന്ന നമ്പറിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതിനെ 2നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഐ എം നോട്ട് റോബോട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കയറി വരും. അപ്പോൾ അതിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്കതിനെ കമന്റ് ചെയ്യാം. കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ Z1 എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തു. ഞാൻ അതിലേക്ക് കോംപ്ലക്സ് നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. 2 + 3j എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിൾ കാട്ടി കോംപ്ലക്സ് നമ്പർ തന്നെ കൊടുക്കാം. ഇനി ഞാൻ ഈ കോംപ്ലക്സ് നമ്പറിൽ നിന്ന് എൻ്റെ റിയൽ പാർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് Z1.real എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ റിയൽ പാർട്ട് കയറി വരും. ഇനി എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇമാജിനറി പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇമാജിനറി പാർട്ട് കയറി വരും. ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ടാണ് ആൻസർ വരുന്നുണ്ടാവാം. ഇനി എനിക്ക് ഇതിൻ്റെ തന്നെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കയറി വരും? എന്നും കയറി വരില്ല. ഇപ്പം നമ്മൾ കൊടുത്ത Z1ന്റെ കോൺജുഗേറ്റ്, അതായത് ഇതിന്റെ ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റിയിട്ടുള്ള കോൺജുഗേറ്റ് നമ്പർ നമുക്ക് കിട്ടും. ഇത്രയാണ് കോംപ്ലക്സ് നമ്പറിൽ വരുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ എവിടെയെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് കോംപ്ലക്സ് നമ്പറിന്റെ കൂട്ടത്തിൽ ഇതും കൂടിയും പഠിച്ചത്. ഇനി അടുത്തത് നമുക്ക് വരുന്നത് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പം അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഞാനിതിൽ ഫസ്റ്റ് A എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഒരു 24 അസൈൻ ചെയ്യാണ്. B എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഒരു 60 അസൈൻ ചെയ്ത് രണ്ട് നമ്പേഴ്സ് അസൈൻ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഞാൻ ഫസ്റ്റ് C = എനിക്ക് അഡീഷന് വേണ്ടിയിട്ട് A + B ആണ് ഞാൻ ചെയ്യുന്നത്. എയും ബിനെയും ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനതിൽ എൻ്റർ കൊടുത്തു. എന്നിട്ട് ഞാനതിൽ C ഇനി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് A + B എന്താ കൂട്ടിയിട്ട് ആൻസർ കിട്ടുന്നത് അതെനിക്ക് വരും. ഇനി സബ്സ്ട്രാക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സൈനാണ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, മൈനസ് സൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് തന്നെ എൻ്റെ സബ്സ്ട്രാക്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 × 60 എന്ന് പറയുന്നതിന്റെ ആൻസർ നമുക്ക് മൾട്ടിപ്ലൈഡ് ആയിട്ട് ആൻസർ വരും. ദെൻ ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സൈൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഒരു സാധാ ഡിവിഷൻ, അപ്പോൾ നമുക്കത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ടായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവും. അപ്പോൾ 1.5 എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ആൻസർ വരുന്നുണ്ടാവും. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ, അതായത് ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള വാല്യൂ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് അതിന് മുന്നിലുള്ള 1 മാത്രമായിരിക്കും ആവശ്യം ഉണ്ടാവുക. 0.5 എന്ന് പറയുന്ന ആളിന് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവിഷനാണ് ഫ്ലോട്ട് ഡിവിഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഇട്ടിട്ട് ഒരു ഡിവിഷന്റെ സൈൻ കൂടി ഇട്ടിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? അതിന്റെ എന്താ പറയുക, ഡെസിമൽ വാല്യൂവിന് മുന്നിലുള്ള പാർട്ട്, ഇൻറ്റിജർ പാർട്ട് മാത്രമായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ ഫ്ലോട്ട് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്
എക്സ്പോണന്റ് കാണാം. അപ്പം നമുക്ക് 2^3 ഒക്കെ കാണുമെന്ന് വിചാരിക്കാം. 2 × 2 × 2 എന്ന് പറയുന്ന ആളെന്നെ കാണുമെന്ന് വിചാരിക്കാം. അതിന് ഞാൻ ചെയ്യുന്നത് 2 സ്റ്റാർ സ്റ്റാർ 3 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2^3 അതിനെയാണ് നമ്മൾ എക്സ്പോണന്റ് എന്ന് പറയുക. എക്സ്പോണന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്റ്റാർ അടുപ്പിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്തത് വേറൊരെണ്ണം നമുക്ക് റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതിന് നമ്മൾ ഇങ്ങനെ മോഡ് സൈൻ ആണ്. ഇതിനെ നമ്മൾ മോഡ് സൈൻ എന്നാണ് പറയുക. പെർസെന്റേജ് നമ്മൾ തനി മലയാളത്തിൽ പറയും. പക്ഷേ ഇതിന് നമ്മൾ മോഡ് സൈൻ എന്നാണ് പൈത്തണിൽ വിളിക്കുക. അത് റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ടാണ്. 24നെ നമ്മൾ 60 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്ന ആൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 8 ആണ് വരുന്നത്. അതായത് 24നെ 60 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 8 ആണ് ശിഷ്ടമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈൻ യൂസ് ചെയ്യുന്നത്. ഇതിന് റിമൈൻഡർ എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിൽറ്റ് ഇൻ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും. അതിൽ നിന്ന് ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമുക്ക് ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ ഈ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സിലെ സ്ട്രിങ്ങിനെ കുറിച്ച് പഠിക്കാം. കാരണം സ്ട്രിങ് പഠിക്കാൻ കുറച്ചും കൂടി കൂടുതലുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി കൂടുതൽ ഫംഗ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാൻ ലാസ്റ്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലിസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമന്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.